ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങുമാ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. എന്താണ് കൈവിഷം? ഈ കൈവിഷം ശരീരത്തിൽ ഏറ്റുകഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. കൈവിഷം ചെയ്യുന്നത് മിക്കതും പുരുഷന്മാർക്ക്, അതായത് സ്ത്രീകളാണ് ചെയ്യുന്നത്. പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടും അങ്ങനെ ഏറ്റ് കാണപ്പെടുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൈവശം ഒരാളെ വശീകരണം ചെയ്യാനായിട്ട് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ, നല്ല രീതിയിൽ സുഖത്തോടു കൂടി കഴിയുന്ന ദാമ്പത്യ ജീവിതത്തെ തകർക്കാനും ആ പുരുഷനെ ഈ ഒരു സ്ത്രീക്ക് കിട്ടാനും വേണ്ടി, വേറൊരു സ്ത്രീക്ക്, അതായത് കൈവശം കൊടുക്കുന്ന സ്ത്രീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മന്ത്രവാദ ക്രിയയാണ് കൈവശം. അതെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അതായത് ഒരു പെണ്ണ്, ആ പെണ്ണ് ഒരു പുരുഷനെ മോഹിക്കുന്നുണ്ട്. ആ മോഹിക്കുന്നത് ആ പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിലൂടെ കൈവിഷം കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ഫാമിലി നല്ല രീതിയിലൊരു വീട് കയറ്റി ആ വീട്ടിൽ അവർ സന്തോഷമായി കഴിയരുത് എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടുകാർ മൊത്തം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കൈവശം ചെയ്യാം. ആ കൈവശം അങ്ങനെ അതിപ്പോൾ മൊത്തം ചെയ്യുന്നത് കിണറ്റിൽ കൊണ്ടിട്ടാലും മതി. ഇപ്പോൾ ആ വീട്ടുകാരെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടായില്ല. ഇതൊക്കെ കൈവശം അവരെ വയറ്റിൽ പെട്ടു. പിന്നെ അവർ ഈ വെള്ളം കുടിക്കുകയാണ്, പിന്നെ പോയി എവിടെയെങ്കിലും മാറ്റും, പിന്നെ ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആ വെള്ളത്തിൽ പെട്ടുപോയ സംഗതിയല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ എന്തായാലും ഈ കൈവശം വശീകരണത്തിന് വേണ്ടിയിട്ട്, സ്ത്രീക്ക് പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില വശീകരണം, അത് വല്ലാത്ത അപകടമാണ്. വയറ്റിൽ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ ശരീരം കാണിക്കുന്ന തളർച്ചയാണ് കാണിക്കുന്നത്. അവരോട് കൈവശം ഏറ്റ ആൾ ഒന്നോ രണ്ടോ കാര്യം അവരോട് സംസാരിച്ച് അത് അവർക്ക് കേൾക്കുമ്പോഴേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരും. എന്ത് പറയുമ്പോഴും അവന് ദേഷ്യം വരികയാണ്. അതുപോലെ തന്നെ എപ്പോഴും അവനക്ക് തളർച്ചയാണ്, ശരീരം കുഴയുക, പിന്നെ വയറിങ്ങനെ വീർത്ത് വരിക. വയറ് വീർത്ത് വന്ന, അതേപോലെ ഗ്യാസ് ട്രബിള്, എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വീട്ടുകാരോട് ആരോടും മിണ്ടാത്ത അവസ്ഥയിൽ ഇരുട്ടിൽ പോയിട്ടിരിക്കുക. ഞാൻ നേരത്തുള്ള വീഡിയോയിൽ പറഞ്ഞു, ഇരുട്ടിൽ പോയിട്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും ചൂടാവുക, കാരണമില്ലാതെ ചൂടാവുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തന്നെ അതിനെന്തെങ്കിലും ഒരു സൂചനയായിട്ട് അവൻ ചൂടാവും, ചെറുതായിട്ടെങ്കിലും ചൂടാവും. അതല്ലെങ്കിൽ അതായത് പറ്റാത്ത എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനൊക്കെ വളരെ ഭ്രാന്തമായിട്ട് ചൂടാവുന്നൊരവസ്ഥ. അതുപോലെ തന്നെ എപ്പോഴും അയാൾക്ക് തളർച്ച, ക്ഷീണം. അതുപോലെ ജോലിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ, അവിടെ എത്തിയിട്ട് നന്നായി ജോലി ചെയ്തിരുന്ന ആളാണ്, നല്ല ശമ്പളം മേടിച്ചിരുന്ന നല്ല ജോലിയുള്ള, അയാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. എന്താ വെച്ചാൽ ശരീരം ഇങ്ങനെ തളർന്നു പോവുക. അയാളുടെ ശരീരം തളർച്ച എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരിക. എന്ന് വെച്ചാൽ ശരീരം കുഴഞ്ഞു പോവുക. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അയാളുടെ ശരീരം നല്ല കുഴച്ചിലേക്ക് പോവുക. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൽക്കും ഇറങ്ങിത്തിരിച്ചാൽ തടസ്സങ്ങൾ കാണും. എന്തൊരു കാര്യത്തിൽക്കും അയാൾ ഇറങ്ങി തടസ്സമാണ്, ഏതൊരു കാര്യത്തിൽക്കും. അതുപോലെ തന്നെ അയാൾ എപ്പോഴും നല്ല വൃത്തിയിൽ നടന്നിരുന്ന ഒരാളാവാം, പക്ഷെ അയാളെ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. കാരണം താടിയും മുടിയും വളർത്തിയിട്ടൊരു ചേട്ട അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ താടിയും മുടിയും വളർത്തുക എന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സിഹറേറ്റിലും ഇങ്ങനെ ഉണ്ടാവും, അത് വേറെ കാര്യം. ഇങ്ങനെ കൈവശമുള്ള ആളുകൾക്ക് അവനവനെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ദാമ്പത്യമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ, ഇപ്പോൾ ഒരു പെണ്ണ് ഒരു പുരുഷനെ ഒരു സ്ത്രീ വശീകരിച്ചിട്ടുണ്ടെന്ന് കൂട്ടുക. ഒരു ഉദാഹരണം പറയാം, അയാൾക്ക് കല്യാണ തടസ്സം, അപ്പോൾ അയാൾക്ക് പെണ്ണ് കെട്ടരുത്, അവൾക്ക് അവനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ചില സംഗതികളുണ്ട്. അപ്പോൾ അത് അവൻ ഏത് പെണ്ണിനെ പോയി കണ്ടാലും അവന് ഇഷ്ടപ്പെടുന്നില്ല. നല്ല സൗന്ദര്യമുള്ള പെണ്ണാവാം, അതുപോലെ തന്നെ അവന് താല്പര്യം തോന്നുന്നില്ല, അവന് ഇറങ്ങാൻ തോന്നുന്നില്ല. അതുപോലെ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്, പേടി പോലെയൊക്കെ തോന്നുക. ഇതിനെ പെണ്ണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയം തോന്നുക. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ
നമ്മൾ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവില്ല, അവർ സ്നേഹബന്ധത്തിൽ കഴിയാതെ അവരകലാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവിന് കൈവശം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന് സൗന്ദര്യമുള്ള ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവളെ സൗന്ദര്യമില്ലാത്തവളായിട്ട് തന്നെ അയാളുടെ കാഴ്ചയിൽ തോന്നുന്ന, സൗന്ദര്യമില്ലാത്തൊരു പെണ്ണാണ് കൈവശം കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവളെ നല്ല സൗന്ദര്യമുള്ളവളായി ഇവൻ്റെ കണ്ണിൽ ഇങ്ങനെ തോന്നും. ഭാര്യ നല്ല സൗന്ദര്യവതിയാണ്, പക്ഷേ ആ സൗന്ദര്യവതിയായ ഭാര്യ ഇയാൾക്ക് പറ്റണില്ല. അതാണ് പിശാചിൻ്റെ കുതന്ത്രം എന്ന് പറയുന്നത്. ഇതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എവിടെ പോയാലും കൈവശം ബാത്തിലാകുന്നില്ല, എവിടെ പോയാലും മാറുന്നില്ല എന്നുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഏറവാടിയിലേക്ക് ഇബ്രാഹിം ബാദുഷാ പാപ്പാൻ്റെ അടുത്തേക്ക് പോവുക, അവിടെ പോയി സിയാറത്ത് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്ടർ ഹക്കീം ഉപ്പാപ്പ മഹാനവറുകളുടെ, അതായത് ഹക്കീം ഡോക്ടർ പാപ്പ, അവരുടെ ഹളറത്തിൽ പോയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞാൽ സ്വപ്നത്തിലൂടെ ഈ ഒരു സംഗതി മാറ്റും. ഏർവാടിയിലേക്ക് പോവുക, എവിടെ നിന്നും മാറില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാനും അള്ളാഹു ഈ കൈവശത്തിൽ നിന്ന് നമുക്ക് നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സിഹറിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും ഏകദേശം ഇതേപോലൊക്കെ തന്നെ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും എന്തില്ല, നരകിച്ചിട്ടേ അവർ മരിക്കുകയുള്ളൂ. ചെയ്യുന്ന ആളുകളും ചെയ്തു കൊടുക്കുന്ന ആളുകളും. അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.